ഞാൻ ദിവസവും സന്ധ്യയ്ക്ക് നാമം ചൊല്ലുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, ഈ തള്ളയ്ക്ക് കോവിഡ് വന്ന് ചാവണേ ഭഗവാനേ എന്ന്. വയസ്സായ ആൾക്കാരൊക്കെ എന്നെ പൊങ്കാലയിടുവേ. നമ്മളെക്കാട്ടിലും കുറച്ച് ഏജ് കുറഞ്ഞ ആൾക്കാരായിട്ട് കൂട്ടുകയാണെങ്കിൽ എൻജോയ് ചെയ്യാമല്ലോ. അപ്പൊ ചേച്ചിക്ക് എന്തായാലും ഒരു ലൈൻ ഉണ്ട്. എൻ്റെ റോൾ മോഡൽ എന്ന് പറയുന്നത് സുകുമാരി ചേച്ചിയായിരുന്നു. മമ്മൂട്ടി സാർ, ലാൽ സാറ്, എല്ലാവരുടെയൊക്കെ അമ്മയായിട്ട് അഭിനയിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. ചേച്ചിയുടെ കംഫർട്ട് കോസ്റ്റ്യൂം ഏതാണ്? കംഫർട്ട് ഡ്രസ്സ് ഇത് തന്നെയാണ് ഇഷ്ടം. മോഡേൺ ഡ്രസ്സാണ് ഇഷ്ടം. പാൻറ് ഷർട്ട്, പിന്നെ കാഷ്വൽ ആയിട്ട് ജീൻസ്, കുർത്ത ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ സീരിയൽസിൽ മാത്രമാണ് ഈ ഒരു സാരി അങ്ങനത്തെ യൂസ് ചെയ്യുന്നത്? അതെ അതെ, സാരികള്, കാഷ്വൽ ഡ്രസ്സ്, മോഡേൺ ഡ്രസ്സാണ് ഇഷ്ടം. ആണല്ലേ, ഓക്കെ ഓക്കെ. ലൈക്ക് കുക്കിംഗ് ഒക്കെ ഇഷ്ടമാണോ? കുക്കിംഗ് ഇഷ്ടമാണ്. വീട്ടിൽ വരുമ്പോൾ ഞാൻ തന്നെ കുക്ക് ചെയ്യാറ്. ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? ഇഷ്ടപ്പെട്ട ഉച്ചക്കത്തെ അല്ലെങ്കിൽ കൂട്ടാനാണ് ഉദ്ദേശിക്കുകയാണെങ്കിൽ മാമ്പഴത്തിന്റെ കാലല്ലേ ഇപ്പം. അപ്പം മാമ്പഴ പുളിശ്ശേരി ഭയങ്കര ഇഷ്ടമാണ്. ഇടിയഞ്ചക്ക തോരൻ ഭയങ്കര ഇഷ്ടമാണ്. ഉണ്ടാക്കാറുണ്ട്. ട്രാവലിംഗ് ഒക്കെയോ? ട്രാവല് യാത്രകൾ പോണത് ഇഷ്ടമാണ്. എങ്ങനെയാണ്? 2-3 ദിവസമൊക്കെ കിട്ടുവാണെങ്കിൽ ഞങ്ങൾ ഫ്രണ്ട്സൊപ്പം 2 ദിവസത്തേക്കുള്ള പിക്നിക്ക് അങ്ങനെ പോകാറുണ്ട്. സോളോ ട്രിപ്പ് ഒക്കെ പോകാറുണ്ടോ? സോളോ ട്രിപ്പ് ഫാമിലി ആയിട്ട് പോണതാണ് ഇഷ്ടം. ചേച്ചിക്ക് ഇന്നേ സ്ഥലത്ത് പോകണം, അതായത് ഒരു ഡ്രീം പ്ലേസ് ആയിട്ട് എവിടെയെങ്കിലും ഉണ്ടോ? ഡ്രീം പ്ലേസ് ആയിട്ട് കാശ്മീർ പോകണമെന്നുണ്ട്. ആണോ? സോളോ ആയിട്ടാണോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് തന്നെ പോകാനാണ് ഇഷ്ടം. എവിടെ പോവാണെങ്കിലും ഫാമിലി ആയിട്ട് പോകാനാണ് ഇഷ്ടം. സപ്പോർട്ടീവ് ആയിട്ടുള്ള? യെസ്, എല്ലാവരും അത് തന്നെ. ചേച്ചിയുടെ ഫാമിലീസ് ഒക്കെ എങ്ങനെയാണ്? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്ത് ചെയ്യുന്നു? വീട്ടില് എനിക്ക് 2 ആൺകുട്ടികളാണ്. ഓക്കെ. എൽഡർ സൺ US മെക്സിക്കോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഫാമിലി ആയിട്ട് താമസിക്കുകയാണ്. പിന്നെ 2ാമത്തെ ആള് യങ്ങർ സൺ ബാംഗ്ലൂർ താമസിക്കുകയാണ്. അപ്പോൾ 2 ആൺകുട്ടികളാണ്. ഇപ്പോൾ വീട്ടിൽ ഞാനും ചേട്ടനും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ. അങ്ങനെ പിന്നെ ഒരു പട്ടിക്കുട്ടി ഉണ്ട്, മഫി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പോണു. ആക്ടിങ്ങിനൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണോ? പിന്നെ ഫാമിലി ലൈഫും ആക്ടിങ്ങും തമ്മിൽ യോജിച്ച്? തീർച്ചയായിട്ടും. കാരണം ഫാമിലി സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ പറ്റില്ലല്ലോ. എൻ്റെ മദറിൻലോ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു. ആക്ടിങ്ങിലൊക്കെ വളരെ നല്ലോണം സപ്പോർട്ട് ചെയ്യായിരുന്നു. സിനിമ ഫസ്റ്റ് ടൈം മദറിൻലോ ആണ് പോകുട്ടി എന്ന് പറഞ്ഞിട്ട് എൻ്റെ മദറിൻലോ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ ആയി. ഇപ്പോൾ ഹസ്ബൻഡാണെങ്കിലും കുട്ടികളാണെങ്കിലും അവരെല്ലാം സപ്പോർട്ടീവാണ്. ഒരു പ്രശ്നമില്ല. ഞാൻ പോണതും വരണം ഒക്കെ നല്ല ഹാപ്പി ആയിട്ട് പോണു. അതെ, യെസ്. ചേച്ചി ഇപ്പോൾ സീരിയലിലൊക്കെ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ അല്ലേ ചെയ്തിട്ടുള്ളത്? ഇനിയിപ്പോൾ സിനിമയിലേക്ക് ചെയ്യണമെന്ന് താല്പര്യമുണ്ടോ? ലൈക്ക് തീർച്ചയായിട്ടും. എത്ര സീരിയൽ ചെയ്താലും എങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്ന സിനിമയാണ്. അതെ. അപ്പം അതുകൊണ്ട് സിനിമ നല്ല നല്ല ക്യാരക്ടർ അമ്മവേഷങ്ങളാണ് ഞാൻ ചെയ്യണേ. കൂടുതൽ അഹങ്കാരം പറയുകയാണെങ്കിൽ വലിയ ബിജു മേനോൻ്റെ, മമ്മൂട്ടി സാർ, ലാൽ സാറ്, എല്ലാവരുടെയൊക്കെ അമ്മയായിട്ട് അഭിനയിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ നടക്കുമല്ലോ എന്ന് അറിയില്ല. എന്നാലും ആഗ്രഹിക്കാലോ. അതെ അതെ, അമ്മയായിട്ടല്ലെങ്കിലും ചേച്ചിക്ക് അതിനുള്ള ഗ്ലാമറൊക്കെ ഉണ്ട് അല്ലേ? താങ്ക് യു. ചേച്ചിക്ക് സിനിമാ സീരിയൽ രംഗത്ത് നിന്ന് നല്ല സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നല്ല നല്ല ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടോ? സിനിമ മീൻസ് ഈ ഇൻഡസ്ട്രി, സിനിമ സീരിയൽ ഇൻഡസ്ട്രി, അതില് പെർമനന്റ് സൗഹൃദങ്ങളിലൊന്നും ഇല്ല മോളെ. അതൊന്നുമില്ല. കാണുമ്പോൾ ഹായ് അത്രേ ഉള്ളൂ. അല്ലാണ്ട് സൗഹൃദങ്ങളൊന്നുമില്ല. സൗഹൃദങ്ങളുള്ളത് എൻ്റെ ഫാമിലി ഇതിൽ എനിക്കൊരു ഫാമിലി ഫ്രണ്ട് ഉണ്ട്. 40 years ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. പേര് ശൈലജ ഉണ്ണി. ആ കുട്ടിയാണ് എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടും ഫാമിലി ഫ്രണ്ട്. എല്ലാവർക്കും, ഇപ്പം എനിക്ക് മാത്രമല്ല എൻ്റെ ഹസ്ബൻഡിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒക്കെ ആ ഒരു ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ കൂടുതൽ ഫ്രണ്ട്ഷിപ്പ്. ഓക്കെ ചേച്ചി. അപ്പം ഇത്രയും നേരം നമ്മളോട് ഇരുന്ന് സംസാരിച്ചാലും നമ്മളെ ചാനലിന് വേണ്ടി ഇത്രയും ചേച്ചിയുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിലും വളരെയധികം സന്തോഷമുണ്ട്. അപ്പം ഒത്തിരി സന്തോഷം കാണാൻ സാധിച്ചതിൽ. ഇനിയും നല്ല അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന്
ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്കും അതേപോലെ തന്നെ നിങ്ങളെല്ലാവരും വന്ന് എൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുത്തതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളുടെ ഈ സിനിമ ടീം നല്ല നിലയിൽ ഉയരങ്ങളിലെത്തട്ടെ. അതിലെനിക്ക് ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം.